ക്യൂബയിലെ അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന ക്രൈസ്തവ പുരോഹിതരെയും ജനാധിപത്യ പ്രവർത്തകരെയും തടവിലിടുമെന്ന് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭീഷണി. 2026 ജനുവരി 24 2 കത്തോലിക്ക പുരോഹിതർക്കാണ് ഭരണകൂട മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ഭീഷണിപ്പെടുത്തിയത്. ക്യൂബയിലെ ജനതകളുടെ ദുരിതങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കുമെതിരെ ശബ്ദമുയർത്തുന്ന വൈദികരെയും ജനാധിപത്യ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടാണ് ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാജ്യത്തെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ കാമുഗുവേ അതിരൂപതയിലെ വൈദികരായ ഫാദർ കാസർ അൽവരാസ് ദേവേസ, ഫാദർ ആൽബർട്ടോ റെയ്സ് എന്നിവരെ ഭരണകൂടം അന്യായമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാമുകുവയിൽ അർപ്പിച്ച ചരിത്രപരമായ വിശുദ്ധബലിയുടെ 28ാം വാർഷിക ദിനത്തിലാണ് അധികാരികൾ വൈദികരെ വിളിച്ചുവരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്. രാജ്യത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും പൗരാവകാശ ലംഘനങ്ങളും പുറം ലോകത്തെ അറിയിച്ചതാണ് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത്. 2021 നടന്ന ജനാധിപത്യ പ്രക്ഷോഭത്തിനിടെ മർദ്ദനമേൽക്കുകയും അറസ്റ്റിലാവുകയും ചെയ്ത വ്യക്തിയാണ് ഫാദർ ആൽബർട്ടോ റെയ്സ്. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പയും ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയാസ് കാനലും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് തടവുകാരെ മോചിപ്പിച്ചിരുന്നുവെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലാത്ത വിധം ക്യൂബൻ ജനത കഷ്ടപ്പെടുകയാണെന്ന് ഫാദർ ആൽബർട്ടോ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.